അനിൽകുമാർ മനേൽ, ഇതിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാശയക്കുഴപ്പമില്ല എന്നാണ് പാനലിസ്റ്റ് നിജേഷ് അരവിന്ദ് പറയുന്നത്. പക്ഷേ ഈ KCBCയുടെ സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് MP അടക്കം ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരാശയക്കുഴപ്പം ഈ ഒരു വശത്ത് നിൽക്കുന്നു, ലീഗിന്റെ നിലപാട് ഒരു വശത്ത് നിൽക്കുന്നു. ഈ പ്രതിഷേധം നയിക്കേണ്ട കോൺഗ്രസ് ഒരാശയക്കുഴപ്പത്തിലായിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? BJP അതുകൊണ്ട് കൂടിയാവുകയില്ലേ ബുധനാഴ്ച തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ? ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിട്ടും ഈ ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള പെട്ടെന്ന് ഒരു കൂടുതൽ ഊർജം പോലും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കുമോ? അപർണ, അത് ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് കേരളത്തിലെ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന, അല്ലെങ്കിൽ ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വഖഫ് ബില്ലിന് അല്ലെങ്കിൽ വഖഫ് അമെൻമെന്റ് ബില്ലിന് എതിരാണ്. അത് എതിരായത് കൊണ്ട് എന്തുകൊണ്ട് എതിരായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഒത്തിരി ഈ എന്താ പറയുക, ഒരു മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെന്റിൽ അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിംസിനെയൊക്കെ അംഗങ്ങളാക്കുന്നതിലുണ്ടായിരുന്ന സാങ്കേതികവും മതപരവുമായ പല പ്രശ്നങ്ങളും അത്തരം ആ ബില്ലിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ വഖഫ് അമെൻമെന്റിനെ എതിർക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്റ്റേറ്റ് വൈസായിട്ട് തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റൂല. കാരണം ഈ പാർലമെന്റിൽ വരുന്ന നിയമത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് 28 സ്റ്റേറ്റുകളിലും അവരെടുക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർക്ക് പാർലമെന്റിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കേരളത്തിലൊരു എക്സെപ്ഷനായിട്ട് കണ്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് കളയാമെന്ന് പറയാൻ കോൺഗ്രസിന് പറ്റില്ല. അത് അവരുടെ ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ KCBCയെയോ ക്രൈസ്തവ സംഘടനകളെയോ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം വന്നാൽ കോൺഗ്രസ് പരാജയപ്പെടും. 2021 കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു പോയതുകൊണ്ടാണ്. ഇനിയും ഈ 2024 ലോക്സഭയിലേക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആ ഗ്രാൻഡ് വിക്ടറി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ ന്യൂനപക്ഷ വോട്ടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം 1947 ശേഷം ഇല്ല. അത് അക്കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ എങ്ങനെ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു, അതോടുകൂടി അവർക്ക് ക്ലീൻ സ്വീപ്പായിരിക്കും എല്ലാ ഇലക്ഷനിലും. അങ്ങനെ വരാതിരിക്കുമ്പോൾ മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷേ കേരളത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഈ BJP സർക്കാരിനെതിരെയും മോഡി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ബേസ് എന്ന് പറയുന്നത് ഈ ആന്റി മൈനോറിറ്റി സ്റ്റേച്ചർ ഓഫ് മോഡി ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ BJP ആണ്. അതിന്റെ ഒരു പ്രധാന കുന്തമുന എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ മുഖമാണ്. കാരണം ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 15% ഇന്ത്യയിലെ പല ലോക്സഭാ മണ്ഡലം എനിക്ക് തോന്നുന്നു 100ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ ഗണ്യമായ ഒരു ശക്തിയാണ്. പ്രത്യേകിച്ച് വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ കഴിയും. നമ്മൾ UP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഹാറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. കാരണം പല ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടിങ്ങിനെ അല്ലെങ്കിൽ വിജയത്തൊക്കെ സ്വാധീനിക്കാൻ മുസ്ലിം വോട്ട് കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരിക്കലും അവിടെ പിന്നോട്ട് പോകാൻ നിൽക്കുന്നത്. ഭരണമില്ലെങ്കിലും അവർക്ക് ധാരാളം സീറ്റുകൾ കിട്ടുന്നതിന്റെ കാരണം അതാ. അവിടെ ലോക്സഭയിലും നിയമസഭയിലും അവർക്ക് ആ സേർട്ടൺ സീറ്റ് ഉറപ്പായിട്ടും സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്ന വെച്ചാൽ മുസ്ലിം വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ 28 സ്റ്റേറ്റുകളിലും കോൺഗ്രസ് എടുക്കുന്ന സ്ട്രാറ്റജി എന്താണോ അത് തന്നെയാണ് പാർലമെന്റിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രതിസന്ധിയാണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയാണ്. കാരണം ക്രൈസ്തവരെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ ആ പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെയും അവരെയും വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള ഉത്തര കേരളത്തിൽ മലബാർ മേഖലയിൽ കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ ഈ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഈ വഖഫ് അമെൻമെന്റ് ബില്ലിന് ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടെന്നുള്ളതാണ് എന്റെയും ബലമായ വിശ്വാസം. കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് മാത്രമല്ല നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മതങ്ങളുടെ സ്വത്തുക്കൾക്ക് മേലുള്ള സ്വാതന്ത്ര്യവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒത്തിരി അമെൻമെന്റുകൾ ഇതിനകത്തുണ്ടെന്ന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
അതിൽ ഈ പറഞ്ഞിട്ടാണ് ഈ നോൺ മുസ്ലിംസിനെ അവരെ കമ്മിറ്റി, കാരണം വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് റിലീജിയസ് പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അവിടെ എന്തിനാണ് ഈ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിന്റെ ഇവിടെ കയറിയിട്ട് ഒരു മുസ്ലിമിനെ ക്രിസ്ത്യനെ വെച്ചാൽ ഇവിടെ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടൊരു സമൂഹത്തെ തളർത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഈ അമെൻമെന്റ് ബില്ലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാദർ പറഞ്ഞ പോലെ മുനമ്പത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിഷയമാണത്. കാരണം അവിടെ ഞാൻ പോയ ഒരാളായതുകൊണ്ട് പറയാം. കാരണം വെച്ചാൽ ഈ 600ഓളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നില്ലാണ്. അവരുടെ ഈ വഖഫ് ബോർഡ്, ഈ വഖഫ് നിയമം അവിടെ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ, അമെൻമെന്റ് വരാതെ ഇരിക്കുവാണെങ്കിൽ പിന്നെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നില്ലാണ്, ഒന്നുമില്ല അവിടെ അവരുടെ ജീവിതത്തിൽ. അവർ ഇത്ര നാൾ അറിഞ്ഞ പ്രോപ്പർട്ടി, അവരുടെ പണം, സ്വത്ത് എല്ലാം ഒരു സീറോ ആയിട്ട് വാനിഷ് ചെയ്ത് മാഞ്ഞു പോവുകയാണ്. അപ്പൊ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, സർക്കാരിന് പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ നിയമം 95 നിയമം നിൽക്കുന്ന കാലത്തോളം സർക്കാർ ഈ തട്ടിപ്പൊക്കെ കാണിച്ചല്ലോ ഇവിടെ, ഈ മറ്റേ ഏതോ കമ്മീഷനൊക്കെ വെച്ചിട്ട്, അതൊക്കെ മണ്ടത്തിലാന്ന് അന്നേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഈ നിയമം നിലനിൽക്കുന്ന കാര്യത്തോളം സർക്കാരിനും മറ്റ് ഏജൻസികൾക്ക് ഒന്നും ഇക്കാര്യം ചെയ്യാനില്ല. ഈ 600 കുടുംബങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് വളരെ ദാരുണമാണ്. കാരണം അവർ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായി മാറുകയാണെങ്കിൽ നിയമം നിലനിൽക്കുമെങ്കിൽ. പക്ഷേ അത് അവിടെയാണ് ഈ കോൺഗ്രസിനും CPM ഒക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധി. അതാണ് CPM ഈ വിഷയമുണ്ട്. കാരണം വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എറിഞ്ഞാൽ മാങ്ങ വീഴണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. അത് മാവിലെറിഞ്ഞാൽ അത് വീണിരിക്കണം മാങ്ങ. അത് ഏത് വിധേനയാലും വീണം, അത് കോലുകൊണ്ടെറിഞ്ഞാലും കല്ലുകൊണ്ടെറിഞ്ഞാലും അല്ലെങ്കിൽ അപ്പുറത്തോടെ മതിലുമൊക്കെ എറിഞ്ഞാലും അവർക്കത് വിഷയമല്ല, മാങ്ങ വീഴണം എന്ന് മാത്രമാണ് അവരുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് BJP അവരുടെ കാര്യം സാധിച്ചു. കാരണം ഈ അമെൻമെന്റ് ബില്ല് BJPയുടെ സംഘപരിവാറിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിംഗിന്റെ ഭാഗമാണ് ഈ ബില്ലെന്ന് ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മുനമ്പം പോലെ സ്ഥലത്ത് ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഏക സമ്പത്ത് അല്ലെങ്കിൽ ഏക അസറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ വാനിഷായി പോകുന്നത് നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് നിൽക്കുമ്പോൾ അതിൽ തീരുമാനം ഈവൻ നമ്മൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം സംഘടനകളൊക്കെ അവിടെ വന്ന് അവരോടൊക്കെ ഞാൻ സംസാരിച്ചാണ്. അവർക്ക് എല്ലാവർക്കും ഇവരോട് ഈ 600 കുടുംബങ്ങളോടും ഇതുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഭൂമിയാണ്, ഇവർക്ക് കാശ് കൊടുത്ത് പണി ഇവർക്ക് തന്നെ കിട്ടണമെന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ. അപ്പൊ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ മുസ്ലിം ലീഗിനായാലും കോൺഗ്രസിനായാലും CPM-നായാലും മൊത്തം ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ഇതിനകത്ത് ഈ ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഭയങ്കരമായിട്ടൊന്നും മുതലെടുക്കുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിലെയും ഹിന്ദു സമുദായത്തിലെയും ഈവൻ ക്രിസ്ത്യൻ സമുദായത്തിലെയും ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഇത് കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒട്ടും മനസ്സിലാവാത്തതാണോ ശ്രീകുമാർ പറഞ്ഞില്ല? അത് KCBCക്ക് ഒട്ടും മനസ്സിലാവാത്തതാണോ? അല്ല, KCBCക്ക് ഒട്ടും മനസ്സിലാകാത്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ KCBC സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഈ 600 മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. KCBCയുടെ അവർ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്തൊക്കെ പറയും ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ത് മുതലെടുത്താലും ഈ 600 മനുഷ്യരെന്ത് ചെയ്യും? ഈ 600 മനുഷ്യരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ പറയും നില്ലാണത്. നമ്മൾ നിൽ എന്ന് എഴുതിയാൽ അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഈ നിയമം അമെന്റ്മെന്റ് വന്നില്ലെങ്കിൽ 600 പേരുടെ അവസ്ഥ. അപ്പൊ KCBC 600 പേർക്കൊപ്പം തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ 600 പേരെ കൈവിടെ ആർക്ക് പറ്റുമോ? അപ്പോൾ അവിടെ അത് നമ്മൾ ഈ പറഞ്ഞ ഇതൊരു പ്രതിസന്ധിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ ആഴമേറിയ ഒരു പ്രതിസന്ധിയാണ് ഈ KCBC പോലുള്ള സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ കേരളത്തെ നേരിടുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവർ കൃത്യമായിട്ട് ഇതിൽ നിന്നുണ്ടാക്കും. അത് അഖിലേന്ത്യാ എനിക്ക് പറയുന്നത് ഇപ്പോഴല്ല, 95 നിയമം വന്നപ്പോൾ തന്നെ അന്നത്തെ RSS നേതാക്കളുടെ ഒരാൾ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, K സുദർശനാണെന്നോ എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ ഓർക്കുന്നത്, ഇത് ഈ പറയും പാകിസ്ഥാൻ കൊടുത്തതിന് ശേഷം അതിന് ശേഷമുള്ള ഒരു കോൺഗ്രസിന്റെ മുസ്ലിം പ്രകടനത്തിന് അങ്ങേയറ്റമാണ് ഈ 95 അമെൻമെന്റ്. അന്ന് ഞാനന്ന് ഇന്ത്യ ടുഡേയിൽ വാർത്ത വായിച്ചു ഓർക്കുന്നത്, ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. ഇന്ത്യ ടുഡേയിൽ അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വായിച്ചു ഓർക്കുന്നുണ്ട്. ഈ 95 നരസിംഹറാവു സർക്കാരിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ K സുദർശനാണെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, കാരണം 47 കോൺഗ്രസ് പാകിസ്ഥാൻ കൊടുത്തു, അതിനുശേഷമുള്ള ഏറ്റവും വലിയ പ്രീണനം എന്താ വെച്ചാൽ ഈ ബില്ലാണെന്നാണ് അന്ന് K സുദർശൻ പറഞ്ഞു. അപ്പൊ അന്ന് BJPക്ക് അന്ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. അതിൽ നിന്ന് പിന്നോക്കം പോകുന്നില്ല. പക്ഷേ ഈ മതേതര കക്ഷികൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ പറയുന്ന മതേതരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുന്ന ലീഗ് ആയാലും എല്ലാവരും കേരളത്തിൽ ഈ മുനമ്പം നിവാസികളുടെ കാര്യത്തിൽ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നിയമം നിൽക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ചെകുത്താനെ കടലിലടക്കാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും BJP ഒഴിച്ച്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.